Word basic editing. Objectives: show and hide formatting marks, select text, create paragraphs without blank space between them, undo, redo, repeat recent actions, move and copy text using drag and drop and the clipboard. Use of Office clipboard. Find and replace text. Use the go-to command. Identify the number of words in a document or a selection. Vocabulary: clipboard, copy, cut, drag, drag and drop, format, Office clipboard, paste, select, toggle. ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം എഡിറ്റിംഗ് ദ ടെക്സ്റ്റ്. You will learn how to show and hide formatting marks, selected text, and remove extra spaces after paragraph. You will also undo and redo actions, move and copy text, and locate and replace text. Finally, you will learn how to jump to a location in a document and count the words in a document or a selection of text. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ്? ഹൗ ടു ഷോ ആൻഡ് ഹൈഡ് ഫോർമാറ്റ് മാർക്സ്. ഫോർമാറ്റിംഗ് മാർക്സ് എങ്ങനെ നമുക്ക് കാണിക്കാം, സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം, എക്സ്ട്രാ സ്പേസസ് എങ്ങനെ റിമൂവ് ചെയ്യാം, അൺഡു റീഡു ആക്ഷൻസ്, നമ്മൾ ചെയ്ത പ്രവൃത്തി തിരിച്ചു കളയുന്നതിനാണ് അൺഡു പറയുന്നത്, ആ തിരിച്ചു കളഞ്ഞതിനെ വീണ്ടും തിരിച്ചെടുക്കുന്നതിനെയാണ് റീഡു എന്ന് പറയുന്നത്. മൂവ് ആൻഡ് കോപ്പി ഓഫ് ടെക്സ്റ്റ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എ കണ്ടന്റ് ഓഫ് ടെക്സ്റ്റ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് എങ്ങനെ ജമ്പ് ചെയ്യാം, ഒരു ഡോക്യുമെന്റിനകത്തല്ലേ ഒരു സെലക്ഷൻ ഓഫ് ഏരിയയിൽ എത്ര വേർഡ്സ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഷോയിങ് ഫോർമാറ്റിംഗ് മാർക്സ്. Many times it is easier to edit text if you can view the formatting symbols. നമ്മൾ അതിന് ഫോർമാറ്റിങ്ങിന് വേർഡിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസ് കാണാൻ പറ്റുമെങ്കിൽ നമുക്കത് മോഡിഫൈ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ മെനുവിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ഷോ ഓർ ഹൈഡ്. ഈ രീതിയിൽ കാണിച്ചേക്കുന്ന സിമ്പിൾ ആണ്. കമാൻഡ് അലോസ് യു ടു സീ ദ ഹിഡൻ ഫോർമാറ്റിംഗ് മാർക്സ്. പാരഗ്രാഫ് മാർക്ക്, ലൈൻ മാർക്ക്, ഇങ്ങനെയുള്ള മാർക്കുകളൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ ഉള്ള ബട്ടൺ ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തന്നെ പ്രിന്റ് വരുമ്പോൾ ഈ സിമ്പിൾസ് കാണിക്കത്തില്ല, പക്ഷെ സ്ക്രീനിൽ വ്യൂ ചെയ്യുമ്പോൾ ഇത് കാണാൻ സാധിക്കും. ടു വ്യൂ ദ ഫോർമാറ്റിംഗ് മാർക്സ്, click the show hide button in the paragraph group on the home tab. Home ടാബിലുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിനകത്തുള്ള ഈ ഷോ ഹൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് കാണിക്കണോ വേണ്ടയോ തീരുമാനിക്കാം. The formatting marks do not appear when you print your document. നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഈ മാർക്സ് കാണത്തില്ല, പക്ഷെ സ്ക്രീനിൽ എന്തിനു വേണ്ടിയാണ്? നമുക്ക് എഡിറ്റിംഗ് നടക്കാൻ വേണ്ടി സമയത്ത് അതിനകത്തുള്ള ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹോം ടാബിനകത്തുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിനകത്തുള്ള ഷോ ഹൈഡ് ബട്ടൺ, അത് ഷോ കൊടുത്താൽ കാണിക്കും, ഹൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് ആയിരിക്കും. ഉണ്ട് ഈ സ്ക്രീനിനകത്ത് കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ ഉണ്ടോ? ഷോ ഹൈഡ് ബട്ടൺ സെലക്ട് ചെയ്താൽ നമുക്ക് എന്താണ്, ഓരോ പാരഗ്രാഫിന്റെ പാരഗ്രാഫ് മാർക്കറാണ് ആ സിമ്പിൾ. ആ സിമ്പിൾ സൈഡിൽ കാണിക്കും, സ്പേസ് മാർക്സ് കാണിക്കും, പാരഗ്രാഫ് മാർക്ക്. സ്പേസ് മാർക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഡോട്ട് സിമ്പിൾ പോലെ കാണിക്കും. ഇതൊന്നും പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റത്തില്ല. അന്നേരം ഇത് കാണണോ വേണ്ടതെന്ന് എഡിറ്റ് ചെയ്യുന്ന നമ്മളാണ് തീരുമാനിക്കുന്നത്. അന്നേരം ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹോം ടാബിലുള്ള പാരഗ്രാഫ് ഗ്രൂപ്പിനകത്തുള്ള ഷോ ഓർ ഹൈഡ് ബട്ടൺ എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ സിമ്പിൾസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ ടോഗിൾ കമാൻഡ്സ്. ചില കാര്യങ്ങൾക്ക് ടോഗിൾ കമാൻഡ്സ് ഉണ്ട്. ക്ലിക്ക് ദ ഹൈഡ് ഷോ ബട്ടൺ അല്ലെങ്കിൽ ഷോ ഹൈഡ് ബട്ടൺ വൺസ് ഡിസ്പ്ലേ ദ പാരഗ്രാഫ് ആൻഡ് ഫോർമാറ്റിംഗ് മാർക്സ്. ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ അത് ഷോ ചെയ്യും, വീണ്ടും അതേ ബട്ടണിൽ തന്നെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? അതിനെ ഹൈഡ് ചെയ്യും. കാരണം സെയിം ബട്ടൺ തന്നെ രണ്ട് രീതിയിലും സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെയാണ് എന്താണ് നോൺ ആസ് ടോഗ്ലിംഗ് എന്ന് പറയുന്നത്.
The command that you use by turning a feature on or off is sometimes known as toggle command. ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഓൺ ആവുകയും അതേ സ്ഥലത്ത് ഓൺ ആയിരിക്കും പ്രസ് ചെയ്താൽ ഓഫ് ആവുകയും ചെയ്യുന്ന ആ രീതിയിൽ രണ്ട് സ്വിച്ച് ചെയ്യുന്നതിന് ആ ഫെസിലിറ്റി കാണിക്കുന്ന കമാൻഡ്സിനെയാണെന്ന് പറയുന്നത് നമ്മൾ ടോഗിൾ കമാൻഡ്സ് അല്ലെങ്കിൽ ടോഗ്ലിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടോഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് അവിടെ ഒരു പ്രാവശ്യം തൊടുമ്പോൾ അത് ഓൺ ആവും, ഓൺ ആയിരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ തൊട്ടാൽ അത് ഓഫ് ആവും, ഓഫ് ആയിരിക്കുന്നത് തൊട്ടാൽ ഓൺ ആവും. അങ്ങനെ രണ്ടവസ്ഥയിൽ സെയിം ലൊക്കേഷനുള്ള കമാൻഡ് തന്നെ വർക്ക് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ടോഗിൾ എന്ന് പറയുന്നത്. Selecting the text. To select text means to highlight a block of text. ഒരു സ്ക്രീനിൽ ഒരു സ്ഥലം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കാൻ. You can select text using mouse, using keyboard or using keyboard in combination with the mouse. നമ്മൾ ഒരു വേർഡിനകത്തുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, കീബോർഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് കീബോർഡും മൗസിന്റെ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. പ്രധാനപ്പെട്ട അതാണ് സെലക്ടിങ് എ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ടിങ് ടെക്സ്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സെലക്ടിങ് എ ക്യാരക്ടർ ഉണ്ട്, ഒരു വേർഡ് സെലക്ട് ചെയ്യാം, ലൈൻ സെലക്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ലൈൻ സെലക്ട് ചെയ്യാം, സെന്റൻസ് സെലക്ട് ചെയ്യാം, പാരഗ്രാഫ് സെലക്ട് ചെയ്യാം, എൻ്റയർ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമുക്ക് ചെയ്യാം. ആദ്യം ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം നോക്കാം. ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് click to the left of the first character you want to select, press and hold shift and then click to the right of the last character you want to select. അങ്ങനെ ഒന്നിക്കുള്ള ക്യാരക്ടറെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആ ക്യാരക്ടറിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. 5 ക്യാരക്ടർ ആണെങ്കിൽ 5ാമത്തെ ക്യാരക്ടർ കഴിയുമ്പോൾ മൗസ് റിലീസ് ചെയ്താൽ സെലക്ട് ചെയ്ത് തീർന്നാൽ എന്ത് ചെയ്യും, അത്രയും സ്ഥലം സെലക്ട് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ എന്താണ്, ഒരു വേർഡ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ വേർഡ് സെലക്ട് ആവും. ഒരു ലൈൻ സെലക്ട് ചെയ്യണോ, പൊസിഷന്റെ പോയിന്റർ ടു ലെഫ്റ്റ് മാർജിൻ നെക്സ്റ്റ് ടു ദ ലൈൻ സോ ദാറ്റ് ഇറ്റ് ചേഞ്ചസ് ടു ആരോ ആൻഡ് ദെൻ ക്ലിക്ക്. ഒരു ലൈനിന്റെ സൈഡിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഇതേപോലെ ഒരു ആരോ സിമ്പൽ കാണുന്ന സമയത്ത് ക്ലിക്ക് ചെയ്താൽ ആ ലൈൻ മൊത്തത്തിൽ ക്ലിക്ക് ചെയ്യും. മൾട്ടിപ്പിൾ ലൈൻസ്. Position the pointer in the left margin next to the first line so that it changes to arrow. നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്നെ. Press and hold down the left button and drag down or up in the margin to select many lines you want. ആ ആരോ വന്ന സമയത്ത് മാർജിന് മേളിലോട്ടോ താഴോ നീക്കുന്നതനുസരിച്ച് ആ ഏരിയ സെലക്ട് ആയിരിക്കും. സെന്റൻസ് സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, press and hold down the control and then click anywhere in the sentence. Press and hold down the control എന്നുള്ള കീബോർഡ് പ്രസ് ചെയ്തിട്ടുണ്ട് ആ സെന്റൻസിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ സെന്റൻസ് മൊത്തം ക്ലിക്ക്. പാരഗ്രാഫ് ഒന്നിൽ എന്താണ് ട്രിപ്പിൾ ക്ലിക്ക്, ഒരു ക്ലിക്ക് ഡബിൾ ക്ലിക്ക് അല്ല, ഒരു ക്ലിക്ക് കൂടെ ഫാസ്റ്റ് ചെയ്താൽ പൊസിഷൻ the pointer of the left margin next to the paragraph so that it changes to arrow and then double click. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. അടുത്ത എൻ്റയർ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, ട്രിപ്പിൾ ക്ലിക്ക് ഓൺ ദ ലെഫ്റ്റ് മാർജിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പൊസിഷൻ ദ പോയിന്റർ ഇൻ ദ ലെഫ്റ്റ് മാർജിൻ നെക്സ്റ്റ് ടു എനി ലൈൻ സോ ദാറ്റ് ഇറ്റ് ചേഞ്ചസ് ടു ആരോ ആൻഡ് ദെൻ ഹോൾഡ് ഡൗൺ ദ കൺട്രോൾ ആൻഡ് ക്ലിക്ക് ഓൺ ദ ലെഫ്റ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിനെ ക്ലിക്ക് ചെയ്താൽ പിന്നെ എന്തുണ്ട്, കൺട്രോൾ പ്രസ് ചെയ്ത് ലെഫ്റ്റ് മാർജിൻ ഹോൾ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യാം. അതിന് പല രീതിയിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ മൗസ് അതിനെ സെലക്ട് ചെയ്യാം, ഒരു വേർഡിന് ഡബിൾ ക്ലിക്ക്, ലൈൻ സെലക്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ലൈൻസ്, സെന്റൻസ്, പാരഗ്രാഫ്, എൻ്റർ. ഇതൊക്കെ നമുക്ക് ലാബ് സെഷനിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ നമുക്ക് പറഞ്ഞു പോകാം. ക്രിയേറ്റിംഗ് എ പാരഗ്രാഫ് വിത്തൗട്ട് ബ്ലാങ്ക് സ്പേസ് ബിറ്റ്വീൻ ദം. When you press enter, you create a new paragraph. When you create a new paragraph, the default style is for extra space to be added after the original paragraph. എപ്പോഴാണോ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ആവും. ഒരു പാരഗ്രാഫ് അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് സ്പേസ് അനുസരിച്ച് ഒരു എക്സ്ട്രാ സ്പേസ് അതിൻ്റെ ഇടയ്ക്ക് വീഴും. ഒറിജിനലി you can format a paragraph so that it does not have extra space after it. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, to format text or paragraph means to change its appearance. അതായത് നമ്മൾ അതിന്റെ ആ പാരഗ്രാഫിന്റെ ഫോർമാറ്റിംഗ് ഫെസിലിറ്റി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്പേസ് എടുത്ത് നോർമലി കളയാൻ പറ്റൂ.
Okay. അടുത്ത using undo, redo and repeat command. The undo command reverse recent action. Last ചെയ്ത ആക്ഷനെ തിരിച്ചെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് undo എന്ന് പറഞ്ഞാൽ. To use the undo command, click the undo button on the quick access toolbar. Quick access toolbar ഉള്ള undo ചെയ്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു തെറ്റ് വരുത്തി അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ undo ചെയ്യുന്നത്. Redo command reverses the undo action. അതായത് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ച് undo ചെയ്തു അന്നേരമാണ് മനസ്സിലായത് നേരത്തെ ഇത് ശരിയായിരുന്നു അതിന് പഴയ പോലെ വീണ്ടും ആക്കണം എന്ത് ചെയ്യണം റീഡു കൊടുക്കണം അതാണ് റീഡു undo redo. The repeat command repeats the most recent action. Last ചെയ്ത ജോലി വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത് റിപ്പീറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. കാരണം undo ഉണ്ട് redo ഉണ്ട് repeat ഉണ്ട്. Using drag and drop to move and copy text. The easiest way to move text is to drag the text to the new location. This is called drag and drop. ഒരു സ്ഥലത്ത് നിന്ന് മൗസ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പുതിയ ലൊക്കേഷനിലോട്ട് പോയി കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഫെസിലിറ്റി ആണെന്ന് പറയുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. നമുക്ക് 5 പാരഗ്രാഫ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമതിരിക്കുന്ന പാരഗ്രാഫിനെ ഏറ്റവും അവസാനം കൊണ്ടുപോകണം എന്ത് ചെയ്യുക ഫസ്റ്റ് പാരഗ്രാഫ് സെലക്ട് ചെയ്യുക മൗസ് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് പാരഗ്രാഫ് കഴിയുന്നിടത്ത് കൊണ്ടിട്ടാൽ ഒന്നാമത്തെ പാരഗ്രാഫ് ഏറ്റവും അവസാനത്തോട്ട് മൂവ് ചെയ്യും. As you drag the selected text, a vertical line follows the pointer indicating where the text to be positioned. നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ ലൈൻ കാണിക്കും എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. To copy the text instead of moving it, press and hold control while you drag. നമുക്ക് ഒറിജിനൽ സ്ഥലത്തും വേണം അതിന്റെ ഒരു കോപ്പിയാണ് പുതിയ സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് പിടിക്കുക കൺട്രോൾ കീയും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ ഒറിജിനൽ ടെക്സ്റ്റ് സ്ഥലത്ത് കാണുകയും ചെയ്യും പുതിയ സ്ഥലത്ത് അതിന്റെ ഒരു കോപ്പി വരികയും ചെയ്യും. അന്നേരം നോർമലി നമ്മൾ ഡ്രാഗ് ചെയ്താൽ അത് മൂവ് ഓപ്പറേഷൻ ആണ് നടത്തുന്നത്. കോപ്പി വേണമെങ്കിൽ എന്ത് ചെയ്യണം കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യണം. ക്ലിയർ? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനും എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. യൂസിങ് ക്ലിപ്പ് ബോർഡ് ടു മൂവ് ആൻഡ് കോപ്പി ടെക്സ്റ്റ്. ആദ്യം ക്ലിപ്പ് ബോർഡ് എന്താണെന്ന് നോക്കാം. ദ ക്ലിപ്പ് ബോർഡ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് പ്ലേസ് ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. ടെമ്പററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെയാണെന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്ലിപ്പ് ബോർഡ് അല്ലെ വാട്ട് ഈസ് ക്ലിപ്പ് ബോർഡ്. ഇറ്റ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് പ്ലേസ് ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. ടു യൂസ് ദ ക്ലിപ്പ് ബോർഡ് യു കട്ട് ഓർ കോപ്പി ടെക്സ്റ്റ്. കാരണം നമ്മൾ കോപ്പി ചെയ്യുന്നയോ കട്ട് ചെയ്യുന്നയോ ടെക്സ്റ്റ് കൊണ്ട് ടെമ്പററി ആയിട്ട് കൊണ്ടുവെക്കുന്ന സ്ഥലത്താണ് എന്തെന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ദ ക്ലിപ്പ് ബോർഡ് ക്യാൻ ഹോൾഡ് ഓൺലി വൺ സെലക്ഷൻ അറ്റ് എ ടൈം. ക്ലിപ്പ് ബോർഡിൽ ഒരു പ്രാവശ്യം ലാസ്റ്റ് ചെയ്ത സാധനം ഒരു കണ്ടന്റ് മാത്രമേ ക്ലിപ്പ് ബോർഡിൽ നമുക്ക് കൊണ്ട് നോർമലി കൊണ്ട് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കട്ട് ചെയ്താണ് ഇൻഫർമേഷൻ കോപ്പിയോ കട്ടോ ചെയ്യുന്ന സാധനങ്ങൾ ടെമ്പററി ഏറിയ ഇരിക്കുന്നത് ലാസ്റ്റ് ചെയ്ത സാധനമായിരിക്കും എപ്പോഴും അവിടെ ഇരിക്കുന്നത്. The clipboard is available to all the programs in your computer. Clipboard എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പാർട്ടായിട്ട് വരുന്ന മെമ്മറി സ്റ്റോറേജ് ഏരിയ അല്ല. ഇപ്പം MS ആക്സസിൽ ഇരിക്കുന്ന ഒരു സാധനം നമുക്ക് നോട്ട് പാഡിൽ കൊണ്ട് അല്ല MS വേർഡിൽ ഇരിക്കുന്ന സാധനം കൊണ്ട് നോട്ട് പാഡിലുള്ള എഡിറ്ററിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MS വേർഡിൽ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യുക കോപ്പി പറയുക നോട്ട് പാഡിൽ ചെന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ക്ലിപ്ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറി ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. അതുകൊണ്ട് clipboard is available to all programs on your computer and it is sometimes called system clipboard. Okay. When you use the paste command, the paste option button appears below and to the right of the pasted text. Paste ചെയ്യുമ്പോൾ എവിടുന്നാണ് പേസ്റ്റ് ചെയ്യപ്പെടുന്നത്? ക്ലിപ്ബോർഡ് ഇരിക്കുന്ന കണ്ടന്റ് ആണ് പേസ്റ്റ് ചെയ്യപ്പെടുന്നത്. Usually you can paste the text so text appearance matches the original appearance, source formatting. The text appearance matches and merges with the text in the location where it being pasted. അതിനെയാണ് എന്താണ് destination formatting. ഒറിജിനൽ സ്ഥലത്തിരിക്കുന്ന അതേ രീതിയിൽ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്ന സോഴ്സ് ഫോർമാറ്റിംഗ് എന്നും എവിടാണോ പേസ്റ്റ് ചെയ്യപ്പെടുന്നത് അതേ രീതിയിലോട്ട് അത് മാറി പേസ്റ്റ് ചെയ്യുന്നതിന് എന്തെന്നും പറയും ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ് എന്ന് പറയും. രണ്ട് രീതിയിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഒന്ന് സോഴ്സ് ഫോർമാറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചും അടുത്തെന്താണ് ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. ഒറിജിനൽ രീതിയിൽ അതേപോലെ അതേ ഫോണ്ട് അതേ സൈസിലൊക്കെ വരുന്നതിനെ നമ്മൾ സോഴ്സ് ഫോർമാറ്റിംഗ് എന്ന് പറയും. പുതിയ സ്ഥലത്ത് എങ്ങനെ ഇരിക്കുന്നോ അതേ രീതിയിൽ നമ്മൾ പേസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിംഗ് എന്നറിയപ്പെടും. ഇനി ഓഫീസ് ക്ലിപ്ബോർഡ്. ഓഫീസ് ക്ലിപ്ബോർഡ് ഈസ് എ സ്പെഷ്യൽ ക്ലിപ്ബോർഡ് വേർ യു ക്യാൻ കളക്ട്
up to 24 selections. നമ്മൾ നേരത്തെ പഠിച്ച സിസ്റ്റം ക്ലിപ്പ് ബോർഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ലാസ്റ്റ് വരുന്ന ഒരു സെലക്ഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ എങ്കിൽ MS ഓഫീസിന്റെ പാർട്ടായിട്ട് വരുന്ന ക്ലിപ്പ് ബോർഡിനകത്ത് 24 സെലക്ഷൻസ് ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓഫീസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രോഗ്രാംസ് ഉള്ളിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിനുള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അൺലൈക്ക് ദ സിസ്റ്റം ക്ലിപ്പ് ബോർഡ് വിച്ച് ഈസ് അവൈലബിൾ ആൾ ദ ടൈം, യു മസ്റ്റ് ആക്ടിവേറ്റ് ദ ഓഫീസ് ക്ലിപ്പ് ബോർഡ് യൂസസ്. നമുക്ക് ഓഫീസ് ക്ലിപ്പ് ബോർഡ് കിട്ടണമെങ്കിൽ എന്താണ് ഓഫീസ് ക്ലിപ്പ് ബോർഡ് ആക്ടിവേറ്റ് ചെയ്യണം. സിസ്റ്റം ക്ലിപ്പ് ബോർഡ് എന്താണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും. You can use the Office clipboard to copy contents between Office programs. Office clipboard എന്ന് പറഞ്ഞാൽ Microsoft Office clipboard Microsoft application സോഫ്റ്റ്വെയർസുകളിൽ തമ്മിൽ കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ കേസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. യൂസിങ് ദ ഓഫീസ് ക്ലിപ്ബോർഡ് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓഫീസ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ അവിടെ നിന്നിട്ട് ടാസ്ക് പാനിൽ പോയിട്ട് ഐറ്റംസ് അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. ക്ലിപ്ബോർഡ് ടാസ്ക് പാൻ വിത്ത് 2 items കളക്ടഡ് ഓൺ ഇറ്റ് ഉണ്ടോ? ഇപ്പൊ 2 item ആണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അങ്ങനെ 24 ഐറ്റം വരുന്നത് 2 of 24 ഇവിടെ നമുക്ക് നോക്കിയാൽ 2 of 24 എന്ന് എഴുതിയിട്ടുണ്ട്. 2 of 24 എന്ന് പറഞ്ഞാൽ 26 2 മാത്രമേ ഇപ്പൊ അതിനകത്ത് ആക്റ്റീവ് ആയിട്ട് നിൽക്കുള്ളൂ. അടുത്തത് യൂസിങ് ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കമാൻഡ്. ഒരു വലിയ ഡോക്യുമെന്റിനകത്ത് ഒരു മാറ്റർ ഒരു ടെക്സ്റ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിച്ച ടെക്സ്റ്റിനെ മാറ്റി പുതിയൊരെണ്ണം ആക്കുക. അതിനൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ എഡിറ്റിംഗ് ഗ്രൂപ്പ് ഓഫ് ദ ഹോം ടാബ്. ഹോം ടാബിലുള്ള എഡിറ്റിംഗ് ഗ്രൂപ്പിലാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കിടക്കുന്നത്. ടു ഫൈൻഡ് എ ടെക്സ്റ്റ് ടൈപ്പ് ഇറ്റ് ഇൻ ദ സെർച്ച് ഡോക്യുമെന്റ് ബോക്സ് ഇൻ ദ നാവിഗേഷൻ പെയിൻ. നാവിഗേഷൻ പെയിനകത്തുള്ള സെർച്ച് ഡോക്യുമെന്റ് അവിടെ വേർഡ് ടൈപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ടു റീപ്ലേസ് ടെക്സ്റ്റ് ഓപ്പൺ ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്താൽ ടൈപ്പ് ദ ടെക്സ്റ്റ് ഇൻ ദ ഫൈൻഡ് what box and then type the replacement text in the replace with box. അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് 2019 എന്നുള്ള മാറ്റി 2020 ആക്കണം. ഒരു ഡോക്യുമെന്റിനകത്ത് അവർ 10 എടുത്ത് 2019 എന്നുള്ള ഏറ് കിടപ്പുണ്ട്. ഈ വർഷമായപ്പോൾ 2020 ആക്കി മാറ്റും. അങ്ങനെ നമ്മൾ ഫൈൻഡ് പാർട്ട് എന്നുള്ളിടത്ത് എന്താക്കണം? 2019 കൊടുക്കുക. റീപ്ലേസ് വിത്ത് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക? 2020 കൊടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡോക്യുമെന്റിൽ എവിടെല്ലാം 2019 ഉണ്ടോ അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് 2020 ആക്കും. അത് നമുക്ക് മൊത്തത്തിൽ വേണേ മാറ്റാം, സെലക്ട് ചെയ്ത് വേണേ മാറ്റാം, ഇഷ്ടാനുസരണം മാറ്റാനുള്ള ഫെസിലിറ്റി ഒക്കെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെന്റിനകത്തുണ്ട്. ഫൈൻഡ് ചെയ്യുന്നത് ഒരു വേർഡ് കണ്ടുപിടിക്കുക, റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡ് കണ്ടുപിടിച്ച വേർഡിനെ റീപ്ലേസ് വിത്ത് അനദർ വേർഡ്. ഇതാണ് ആ ബോക്സ്. റീപ്ലേസ് ടാബ് കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ റീപ്ലേസ് ടാബ്? അവിടെ കണ്ടില്ലേ ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് ടൈപ്പ് ദ ടെക്സ്റ്റ് ടു ഫൈൻഡ് ഹിയർ. ഇനി അവിടെ റീപ്ലേസ് വിത്ത് എന്നുള്ളിടത്ത് എന്താണ്? ടൈപ്പ് ദ റീപ്ലേസ് ടെക്സ്റ്റ് ഹിയർ. റീപ്ലേസ് വിത്ത് റീപ്ലേസ് ചെയ്യേണ്ട ടെക്സ്റ്റ് ആണ്. എന്താണ്ടില്ലേ അവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ബട്ടൺ ഉണ്ട്, റീപ്ലേസ് ആളുണ്ട്. റീപ്ലേസ് ആൾ കൊടുത്താൽ ഫൈൻഡ് വാട്ട് ചെയ്യുന്ന വേർഡ് എക്സസൈസ് എന്നുള്ള വേർഡ് എവിടെല്ലാം ഉണ്ടോ അതെല്ലാം മാറ്റി എന്താക്കും? ഫിറ്റ് എന്നാക്കി മാറ്റും. റീപ്ലേസ് ബട്ടണിലാണെങ്കിൽ ഓരോരോ എക്സസൈസ് എന്നുള്ള വേർഡും കാണിച്ചു തരും. നമ്മൾ റീപ്ലേസ് ചെയ്യണോ വേണ്ടെന്ന് ചോദിക്കും. റീപ്ലേസ് ചെയ്താൽ എക്സസൈസിബിളി റീപ്ലേസ് വിത്ത് ഫിറ്റ്, അതർവൈസ് സ്കിപ്പ് ഇറ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് യൂസിങ് ഗോ ടു കമാൻഡ്. Go to allows to jump to a specific part of a document. ഒരു വലിയ 10,000 പേജുള്ള അല്ലെങ്കിൽ 1000 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് നമ്മൾ ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ് go to കമാൻഡ് ഉപയോഗിക്കുന്നത്. On the home tab in the editing group, click the arrow next to the find button, then go to on the menu. The find and replace dialog box on with go to tab on the top. And then go to tab അതിന്റെ കൂടെ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ജമ്പ് ചെയ്യാം. Identify the number of words in a document or a selection. ഒരു വേർഡ് ഒരു ഡോക്യുമെന്റിനകത്ത് എത്ര വേർഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര സെലക്ട് ചെയ്യപ്പെട്ട ഏരിയയിൽ എത്ര വേർഡ് ഉണ്ടെന്നോ കണ്ടുപിടിക്കാനാണ് നമ്മൾ വേർഡ് കൗണ്ട് ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ ദ സ്റ്റാറ്റസ് ബാർ ആൻഡ് ഈസ് അപ്ഡേറ്റഡ് ആസ് യു ടൈപ്പ്. നമ്മൾ ഏറ്റവും താഴെയുള്ള സ്റ്റാറ്റസ് ബാറിൽ നമ്പർ ഓഫ് വേർഡ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കും. If you select a text, the status bar displays the number of words in the selection. Okay. You can find the number of characters, paragraph, lines in a document by opening the word count dialog box. Word count എന്നൊരു dialog box ഉണ്ട്. ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര പാരഗ്രാഫ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര ലൈൻ ഉള്ള ഇൻഫർമേഷൻ കിട്ടും. നോർമൽ കേസിൽ സ്റ്റാറ്റസ് ബാർ എന്ത് കാണിക്കും? നമ്മൾ ആ ഡോക്യുമെന്റിനകത്തുള്ള വേർഡ്സ് ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് ഈ കാണിക്കുന്നത്. Identify number of words in a document. Word count, paragraph, pages, words, number of characters ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണിച്ചു തരുന്നതിനാണ് വേർഡ് കൗണ്ട് ഫീച്ചർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? The show and hide command allows you to view, hide and formatting. പിന്നെന്താണ്?
You can change the space before and after a paragraph by using line and paragraph spacing button in the paragraph group of the home tab. Paragraph formatting ഉപയോഗിച്ച് spacing before or after നമുക്ക് adjust ചെയ്യാം. You can undo recent actions using undo command. അതുപോലെ തന്നെ undo ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടി redo ഉപയോഗിക്കാം. ലാസ്റ്റ് ചെയ്ത ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി repeat ബട്ടൺ ഉപയോഗിക്കാം. പിന്നെന്താണ്? You can drag selected text to a new location in a document. You can press and hold control key to copy. Copy ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്യുന്നതിന് മുമ്പ് കൺട്രോൾ കീ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാം. അല്ലാതെ നമ്മൾ ഡ്രാഗ് ചെയ്ത മൂവ് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ. You can send text to the clipboard by using either cut and copy. എപ്പോഴാണ് ക്ലിപ്ബോർഡിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കട്ടോ കോപ്പിയോ കമാൻഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ക്ലിപ്ബോർഡ് ഇസ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ. നമ്മൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ക്ലിപ്ബോർഡിലുള്ള കണ്ടന്റ് ആണ് പേസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഓഫീസ് ക്ലിപ്ബോർഡ് ഉണ്ട്, അതിനകത്ത് എന്താണ് ലാസ്റ്റ് ചെയ്ത് 24 ഐറ്റംസ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫൈൻഡ് കമാൻഡ് ഉണ്ട്, എന്തിനു വേണ്ടിയാണ്? ഒരു വേർഡ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്ത് എന്താണ്? ഒരു വേർഡ് ഫൈൻഡ് ചെയ്ത് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്റിനകത്ത് നമ്പർ ഓഫ് ലൈൻസും ക്യാരക്ടേഴ്സും പാരഗ്രാഫ്സും പേജസും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റി നമുക്ക് വേർഡിനകത്തുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അടുത്ത റീപ്ലേസ് ഫെസിലിറ്റി. പിന്നെ ഒരു സ്ഥലത്തോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി എന്താണ്? ഗോ ടു ഉപയോഗിച്ച് ഒരു സ്ഥലത്തോട്ട് നമുക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷൻ നമ്മൾ പഠിച്ചത്. വരും സെഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ.